ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു കോവിഡ്-19 ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ നോർമലായിട്ടുള്ള റെഗുലർ ക്ലാസ് അക്കാഡമിക്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോർമലായിട്ടുള്ള റെഗുലർ ക്ലാസ് എടുക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല. അത് കാരണമായിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിക്ക് നമുക്ക് നമ്മളാലുള്ള ഫെസിലിറ്റി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സെമ്മിൽ എടുക്കുന്ന സബ്ജക്റ്റ് ഇൻഡക്ഷൻ മെഷീൻസ് ആണ്. കോഴ്സ് കോഡ് 5031 ആണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ ജസ്റ്റ് ചെറിയ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് ആ മിസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടാതെ ഒരു ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ ഒരു ഔട്ട്ലൈൻ 4 മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ലാബിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ചെറിയൊരു ഔട്ട്ലൈൻ പറയാനായിട്ടാണ് ഈ ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ബാക്കി തുടർന്നുള്ള ക്ലാസ്സുകൾ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അപ്പം ആദ്യമായി തന്നെ നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഓൺലൈൻ ക്ലാസ് കൊണ്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്തെല്ലാം നമുക്ക് എക്സാം വരികയും അല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമുക്കൊരു ക്ലാസ് കാണാൻ കഴിയും. നമുക്ക് എന്ത് ഡൗട്ട് എന്തെങ്കിലും ഒരു നോക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂമും അതുപോലെ തന്നെ യൂട്യൂബും ആയിരിക്കും. ഈ 2 പ്ലാറ്റ്ഫോമിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലൈവ് ക്ലാസ്സുകൾ അധികം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത് ആക്സസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അത് മാത്രമല്ല ചിലപ്പോൾ ഡാറ്റ കൺസപ്ഷൻ കൂടുതലാണ്. അപ്പോൾ പകൽ സമയത്താണ് ലൈവ് ക്ലാസ് നടത്തുന്നതെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഒരു ഫെസിലിറ്റി ഇല്ല, മൊബൈൽ ഫോണോ സിസ്റ്റമോ ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ലൈവ് ക്ലാസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് ഒരിക്കലും ഒരു ഉപയോഗപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ ലൈവ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ എടുക്കാൻ കഴിയും. ഇപ്പോൾ അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് പക്ഷേ നമുക്ക് കൂടെ ആരും നോക്കുകയില്ല. ഇപ്പോൾ പിറ്റേ ദിവസം കൊണ്ട് അടുത്ത ലൈവ് ക്ലാസ്സായി, പിറ്റേ ദിവസം അടുത്ത ക്ലാസ്സായി, നമ്മളാരും ഫോളോ അപ്പ് ചെയ്യുകയുമില്ല. നമുക്കിതുകൊണ്ട് ഒരു യൂസും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ജയറാം സാർ പറഞ്ഞതനുസരിച്ചും ബാക്കി എല്ലാ അധ്യാപകരെല്ലാവരും തീരുമാനപ്രകാരം എടുത്തൊരു ഡിസിഷനാണ്. അതായത് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴാണോ കാണുകയും ചെയ്യാം. കൂടാതെ ഡാറ്റ കൺസംഷൻ വളരെ കുറവാണ്. അപ്പം ഷോർട്ടായിട്ടുള്ള 30 to 40 മിനിറ്റ്സുള്ള വീഡിയോ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആദ്യം യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും ഈ വീഡിയോസ് എല്ലാം. അതിൻ്റെ ഡൗട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് എന്തുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് കമൻറ്റ് ചോദിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ ഡൗട്ട് കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടാതെ ഇപ്പം കുറച്ചധികം ഡൗട്ടുകൾ വരികയാണെങ്കിൽ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരുപാട് ഡൗട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പോഴും ഒരു ലൈവ് ക്ലാസ്, അതിൻ്റെ ഒരു ഓഫ് ഡേയിലൊക്കെ ലൈവ് ക്ലാസ്, അത്യാവശ്യം കൂടുതൽ കുട്ടികൾക്ക് ലൈവ് ക്ലാസ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസം ഒരു സമയം നമുക്ക് ലൈവ് ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതുവരെ നിൽക്കണം. നമുക്ക് ഇങ്ങനെ റെക്കോർഡ് വീഡിയോസിലായിരിക്കും മുന്നോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻസ് പെട്ടെന്ന് പോയപ്പോൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് ഡയഗ്രാംസ് കൂടുതൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ള സജഷൻസ് നിങ്ങൾ ഉടൻ തന്നെ അറിയിക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട്. നമുക്കൊരു കുറച്ച് ദിവസം എടുക്കും നമുക്ക് 2 ആൾക്കാർക്കും നമുക്കൊരു സിങ്കായി പോകാനായിട്ട് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചിലപ്പം ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ള സജഷൻസ് നിങ്ങൾ മെയിനായിട്ടും പറയുക, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കണം, അല്ലാതെ നമുക്കിത് ആർക്കും ഉപയോഗപ്പെടാതെ പോകരുത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതൊരു കടമതിരിക്കല്. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പം സ്റ്റാറ്റസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ആയിട്ടൊക്കെ എല്ലാവരും കിടന്നും ഇരുന്ന് എല്ലാം ഒരു ക്ലാസ് കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്ക് എപ്പോഴും നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു തീവ്രതയോട് കൂടി ഇരിക്കണം. ഒരു 5 മിനിറ്റ് വീഡിയോ കണ്ട് ബാക്കിന് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ ഫോണിൽ വേറെ വാട്സാപ്പ് ഫേസ്ബുക്ക് നോക്കുകയോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഇടയ്ക്ക് മാത്രം നോക്കുന്നോ ആകരുത്. ഒരു തവണ കണ്ട വീഡിയോ പിന്നെ നമുക്ക് പല രീതിക്ക് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാനായിട്ടോ പിന്നെ വീണ്ടും ജസ്റ്റ് ഡൗട്ട് വെക്കാനൊക്കെ ആയിട്ട് എടുത്ത് നോക്കാം. പക്ഷേ നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 1 to 2 days ലിമിറ്റ് ടൈം പറയുന്നുണ്ട്. നിങ്ങൾ അതിനുള്ളിൽ കഴിയുമെങ്കിൽ അന്നേ ദിവസം തന്നെ ആ വീഡിയോസ് കാണുക, അല്ലാതെ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അന്ന് തന്നെ വീഡിയോ കാണുക. അപ്പോൾ രാത്രിയാണ് വീട്ടിൽ ഫോണിലുള്ള ആൾ എത്തുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അന്ന് തന്നെ വീഡിയോ കാണുക.
പിന്നീടത്തേക്ക് മാറ്റരുത്. ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ലോഡ് കൂടി പോകും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് വളരെ കുറച്ച് കണ്ടൻറ്റുകളാണ്. അപ്പം അതിന് ശേഷം നമ്മളെല്ലാവരും ട്രാക്കിലായതിനു ശേഷം മാത്രമേ കണ്ടൻറ്റിൻ്റെ അളവ് കൂടുകയുള്ളൂ. അപ്പോൾ അതുവരെയും ചെറിയ രീതിക്ക് തന്നെ അത്യാവശ്യം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണിത് നമ്മൾ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ തന്നെ കമൻ്റ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻ്റ് അയച്ച് ചോദിക്കാം. കൂടാതെ അതിനുശേഷം ഒരു ക്വിസ് അസൈൻമെൻറ്റ്, ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസ് ചെയ്തും ആ ടെസ്റ്റ് മാർക്കിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് ആ ടെസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഓരോ ആഴ്ചയും നിങ്ങൾക്ക് കറക്റ്റ് ടൈം ടേബിൾ ഈ ആഴ്ച എങ്ങനെയാണ് ക്ലാസ് ഡെലിവർ ചെയ്യുന്നുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതനുസരിച്ച് കൊണ്ട് നിങ്ങളും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഈ ദിവസം അടുത്ത ലെക്ചർ ക്ലാസ് വരുന്നതാണ്, അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഈ പോർഷൻസ് എല്ലാം തീർക്കണം എന്നൊരു വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഇത് നടക്കില്ല. കാരണം ഇത് പെയ്ഡായിട്ട് ഓൺലൈൻ ക്ലാസ് അല്ല. ഇപ്പോൾ പെയ്ഡായിട്ടൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും കാണും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും വില കൽപ്പിക്കില്ല, നമ്മളെല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിൻ്റെ അകത്തായാലും ഒരുപാട് ലെക്ചർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളാരും അതിനൊന്നും നോക്കാനോ നമ്മളാരും സമയം കണ്ടെത്തില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ക്ലാസ് കൊണ്ട് വരുമ്പോൾ നമുക്ക് അവസാനം എക്സാമിൻ്റെ സമയത്ത് നോക്കാമെന്നുള്ള കൺസെപ്റ്റിലോട്ട് ആരും പോകരുത്. ഇത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് ഡെലിവർ ചെയ്യാൻ കഴിയും അതുവഴി. കാരണം ഇവിടെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, വേറെ കുട്ടികളും ഡൗട്ട് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ നമുക്കൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടൻറ്റ്സ് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ എപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് നിർബന്ധമായും വേണം. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കണ്ടു തുടങ്ങുന്നത് ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് വേണം. നോട്ട്ബുക്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനായിട്ടുള്ള നോട്ട്ബുക്ക് വേണം. സബ്ജക്റ്റിനായി നോട്ട്ബുക്ക് ഇല്ല എങ്കിൽ കൂടി നിങ്ങൾ നോട്ട്ബുക്ക് ഡിവൈഡ് ആക്കി സബ്ജക്റ്റായിട്ട് തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂഷനായിട്ട് റഫ് ബുക്ക് പോലെ എഴുതരുത്. നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിക്കണം. ലെക്ചർ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഷോർട്ട് നോട്ട് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കേൾക്കുക, ജസ്റ്റ് ചെറുതായിട്ടൊരു നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കേട്ടോ, അതിപ്പോൾ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക് ഞാൻ കേട്ടു, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഹെഡിങ് ഒന്ന് ജസ്റ്റ് മെയിൻ ഇക്വേഷൻസോ മെയിൻ പോയിന്റ് എന്തെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്യുക. ജസ്റ്റ് ചെറുതായിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ PDF അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ക്ലാസ്സിൻ്റെ തന്നെ. ആ സമയം ക്ലാസ്സിന് മുമ്പോ അതിന് ശേഷമായിട്ട് ആ ദിവസത്തെ PDF നോട്ടോ അല്ലെങ്കിൽ 1-2 ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സിൽ എടുക്കുന്ന PDF നോട്ടോ കമ്പൈൻ ചെയ്തുകൊണ്ട് PDF നോട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക. അത് നോട്ട്ബുക്കിലോട്ട് പകർത്തണം എന്നല്ല പറയുന്നത്. നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് അത് PDF നോട്ടുമായിട്ട് ജസ്റ്റ് അതിൽ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ അത് PDF നോട്ട് നോക്കുക. മെയിൻ ടോപ്പിക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ, മെയിൻ ടോപ്പിക് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, PDF നോക്കിയിട്ട് ബാക്കി ഷോർട്ട് നോട്ട് നോക്കി നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതെല്ലാം ഒരു നോട്ട്ബുക്കിൻ്റെ തന്നെ എഴുതിയാൽ മതി, നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് മാക്സിമം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ആഡ് ചെയ്ത് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം ആ ഒരു 1-2 ദിവസത്തെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. ഗൂഗിൾ ക്ലാസ് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചോദിക്കുക. അത് മാക്സിമം ആ ഒരു 1-2 ദിവസം നമ്മൾ ക്ലിയർ ചെയ്യണം. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും നമുക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് ഒത്തുപോയാൽ മാത്രമേ ഇത് നമുക്കൊന്ന് നല്ല രീതിക്ക് നമുക്കൊന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് സ്റ്റുഡൻസിൻ്റെ കോപ്പറേഷനാണ്. പ്രധാനമായിട്ടും ഈ ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് ഡെലിവറി ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എളുപ്പം എന്നല്ല, ഒരുപാട് നോർമൽ ക്ലാസ് എടുക്കുന്നതിനേക്കാളും PPT തയ്യാറാക്കണം, PDF തയ്യാറാക്കണം, എല്ലാം പ്രിപ്പയർഡ് ആക്കണം, എത്ര ദിവസം കൊണ്ട് നമുക്ക് കണ്ടിട്ട് തീർക്കാൻ കഴിയും നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞതായിട്ടാണ്. ഓൺലൈൻ ക്ലാസ് നമ്മൾ എടുത്തു, ഡൗട്ട് ക്ലിയർ ചെയ്തു. പക്ഷേ ഇത് കുട്ടികളാണ് ഇത് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് വന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഇത് വായിച്ചോ. പക്ഷെ നോട്ട് ഒന്നും ഇല്ലാത്ത ഒരാളെടുത്തിട്ട് പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എക്സാമിന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗപ്പെടുകയില്ല. കാരണം ഓരോ ദിവസവും കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും വരിക. അപ്പം മെഷീൻസാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്. ആ മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് കണ്ടിന്യൂഷനാണ്. അപ്പം ഓരോ ടോപ്പിക്ക് പഠിക്കാതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അടുത്ത ക്ലാസ്സിലെ വീഡിയോ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അത് ആരെയും കുറ്റം പറയുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ ലൈവ് ക്ലാസ് ഒഴിവാക്കി യൂട്യൂബിലോട്ട് കൂടുതൽ ക്ലാസ് ആക്കുകയും അതുപോലെ തന്നെ 1-2 ദിവസം സമയം തരുന്നതല്ല ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഫസ്റ്റ് ദിവസം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ തയ്യാറാക്കി കണ്ടു തുടങ്ങാം. പക്ഷേ അത് എല്ലാ കുട്ടികളും അത് ഓക്കെ ആണ് എങ്കിൽ
അപ്പോൾ അവസാന സമയമൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ടൈമൊക്കെ വളരെ കുറവാണ്, കുറച്ചുകൂടെ നമുക്ക് അധികം കണ്ടൻറ്റുകൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന ഈ ഒരു സെക്ഷൻ അല്ലാണ്ട് സിറ്റർ വഴി കൂടി ഡയറക്റ്റായിട്ട് ഓൺലൈൻ ക്ലാസ് വരുന്നുണ്ട്. സിറ്റർ വഴിയും ഓൺലൈൻ ക്ലാസ് വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂള് കണ്ടൻറ്റ് വരുന്നത്, ഒരു മൊഡ്യൂളൊക്കെ കണ്ടൻറ്റായിട്ട് വരുന്നത് 4 to 5 hours മാത്രമുള്ള ലെക്ചേഴ്സ് ആയിരിക്കും. അത് പെർ വീക്ക് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് 1 സബ്ജക്റ്റ് ഒരു 1 hour ക്ലാസ് ആയിരിക്കും ഇപ്പോഴും ഷെഡ്യൂൾ ചെയ്ത്. അങ്ങനെ ഒരു 4-5 hour കൊണ്ട് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് വെബ്എക്സിലും ലൈവായിട്ടുണ്ടാവും, അതുപോലെ തന്നെ യൂട്യൂബിലും ലൈവായിട്ട് ഈ ഒരു ക്ലാസ് സെക്ഷൻ അത് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പല സ്ഥാപനത്തിലെയും അധ്യാപകരുണ്ടാവും എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റൻ്റെ ഈ ഒരു ക്ലാസ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് 1 മണിക്കൂർ ലെക്ചർ ക്ലാസ്സാണ്, പക്ഷെ അത് ഒരുപാട് കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് പോകും. അപ്പോൾ അതിനും നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ രണ്ടുകൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്തിട്ടപ്പോൾ ഈ സിറ്റൻ്റെ അതിൻ്റെ ഒരു പെർ വീക്കിലുള്ള അതിൻ്റെ ഒരു ഇടുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ സിറ്റൻ്റെ ക്ലാസ്സും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ നമ്മൾ ഈ ഒരു ക്ലാസ്സും അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ, സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി തന്നെ അപ്രോച്ച് ചെയ്യണം. അതൊരു തമാശയാക്കി ആരും എടുക്കരുത്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ഇത് നമ്മുടെ സെൽഫ് കൺട്രോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ആൾ, അല്ലെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താത്ത ആൾ. നമ്മളുടെ ആണ് തീരുമാനിക്കുന്ന ആൾ, സ്റ്റുഡൻസാണ്. അല്ലാണ്ട് വേറെ ആർക്കും ഇതിനകത്ത് ഒരു റോളും ഇല്ല. അപ്പോൾ നമുക്ക് മാക്സിമം എഫർട്ട് എടുക്കണം, നോട്ട് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ഗൗരവത്തോடு തന്നെ കാണണം. അപ്പം ഇനി എത്ര നാളാണ് ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളിത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടൻറ്റ്. ഇപ്പം ഈ സിറ്റൻ്റെ അകത്തുള്ള ക്ലാസ്സിൻ്റെയും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് കാര്യവും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുക. അപ്പം അതിൽ പെട്ടെന്ന് പോർഷൻസ് അവർ കവർ ചെയ്തിട്ട് പോകും. അപ്പം നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അപ്പം ഡൗട്ട് നിങ്ങൾ ചോദിക്കുക. ബാക്കി നമുക്കും പരമാവധി നമ്മൾ ചെയ്യണം. അപ്പം പ്രോബ്ലംസൊക്കെ വരുമ്പോൾ മോഡൽ പ്രോബ്ലംസിലാണ് നമുക്ക് ഏതൊക്കെ സെക്ഷൻസിൽ നമ്മൾ ചെയ്യണം. അതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയുക എന്നുള്ളതും, പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു കണ്ടന്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ള ചെറിയൊരു കണ്ടന്റ് ഡീറ്റെയിൽസും പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് സജഷൻസ് ആണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സജഷൻസ് അനുസരിച്ച് മാറ്റാം. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇത് മാറ്റാമെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചതാണ്. 4th സെമ്മിൽ പഠിക്കുന്നതാണ് DC മെഷീൻസിനെ കുറിച്ചാണ് 4th സെമ്മിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, 5th സെമ്മിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഡക്ഷൻ മെഷീൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 5th സെമ്മിൽ ഇൻഡക്ഷൻ മെഷീൻസ്. ഓക്കെ, അടുത്ത സെമ്മിൽ നമ്മൾ ഫൈനൽ സെമ്മിൽ നമ്മൾ പഠിക്കുന്നതാണ് സിങ്ക്രണസ് മെഷീൻസ് എന്ന് പറയും. സിങ്ക്രണസ് മെഷീൻസ് അഥവാ ഓൾട്ടർനേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. 6th സെമ്മിലാണ് നമ്മൾ സിങ്ക്രണസ് മെഷീൻസ് നമ്മൾ പഠിക്കുന്നത്. അപ്പം 4th സെമ്മിൽ DC മെഷീൻസിനൊക്കെ DC മോട്ടറും DC ജനറേറ്ററും DC മോട്ടറും നമ്മൾ പഠിച്ചു. ഇനി ഈ കറണ്ട് സെമ്മിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഡക്ഷൻ മെഷീൻസ്, അതായത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള മെഷീൻസ്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തതെന്ന്. ഈ ഓരോ മെഷീൻസിന് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇൻഡക്ഷൻ മെഷീൻസിനകത്ത് മെയിനായിട്ടും വരുന്ന 2 മെഷീൻസാണ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഇനി സിങ്ക്രണസ് മെഷീൻസ് നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. അതായത് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന സിങ്ക്രണസ് മെഷീൻസ്. ഇത് ഈ ഒരു 3 സെമ്മുകളിലായിട്ട് നമ്മൾ മെഷീൻസ് ഏകദേശം ഫുള്ള് കവർ ചെയ്യുകയാണ്. നമ്മൾ BTech ലെവലിൽ പോയി കഴിഞ്ഞാലും നമ്മൾ വേറൊരു അക്കാഡമികമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കണ്ടൻറ്റാണ് അത്യാവശ്യം മെഷീൻസിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടൻറ്റാണ്. പിന്നെ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ന്യൂമറൽസ് ആയിട്ടുള്ള പ്രോബ്ലംസ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. മാത്തമാറ്റിക്കൽ അനാലിസിസ് അല്പം കുറവാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാം നമുക്ക് മെഷീൻസിൻ്റെ അത്യാവശ്യം എല്ലാ ടോപ്പിക്സും കവർ ആവുകയാണ്. നമുക്കിത് അത്യാവശ്യം ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയെ സംബന്ധിച്ചിടത്തോളം മെഷീൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബാക്കി നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോബ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാം ഈ ഒരു മെഷീൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ്റെ അവിടെ നിന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ സജഷൻസ് എല്ലാം പറയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ സെമ്മിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 5th സെമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ജസ്റ്റ് ചെറിയൊരു ഓവർവ്യൂ ആണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ഇത് ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലേക്ക് കേട്ട് തുടങ്ങിയാണ്. ട്രാൻസ്ഫോമർ എന്താണെന്ന്, ട്രാൻസ്ഫോമർ ചെറിയൊരു കാര്യങ്ങളല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് പറയാം. ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാനുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റ് ആൻഡ് ആൾസോ അതിൻ്റോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാം. ഇന്നിപ്പോൾ പറയാം, ജസ്റ്റ് ചെറിയൊരു ഔട്ട്ലൈൻ പറയുന്നതാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാനുള്ള കാര്യം 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ തന്നെ ഈ നാലാമത്തെ മൊഡ്യൂളിൽ ടെസ്റ്റും കൂടാതെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സുമാണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ്. ആദ്യത്തെ 2 മൊഡ്യൂൾ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അവസാനത്തെ 2 മൊഡ്യൂൾ ഇൻഡക്ഷൻ മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു രൂപരേഖ ഇതാണ്. ഫസ്റ്റ് 2 മൊഡ്യൂൾ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അടുത്ത 2 മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചാണ് മൂന്നാമത്തെ 4ാമത്തെ മൊഡ്യൂൾ പഠിക്കുന്നത്. കൂടാതെ രണ്ടാമത്തെയും നാലാമത്തെ മൊഡ്യൂളിലാണ് പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും പറയുന്നത്. രണ്ടാമത്തെ 4ാമത്തെ മൊഡ്യൂൾ. അതായത് നമുക്കിപ്പോൾ ലാബുണ്ട്. ലാബ് വരുന്നത് AC മെഷീൻസ് ലാബ് 2 എന്നാണ് നമ്മുടെ ലാബിൻ്റെ പേര്. AC മെഷീൻസ് ലാബ് 2. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട എക്സ്പെരിമെൻസും ഈ ട്രാൻസ്ഫോമറിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് ഉള്ള എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എക്സ്പെരിമെൻറ്റും തന്നെയാണ് നമുക്ക് AC മെഷീൻസ് ലാബിലേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റ് വെച്ചിട്ടും 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ടെസ്റ്റുകൾ വെച്ചിട്ടുമാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ലാബിലും ചെയ്യുന്നത്. ഇതെല്ലാം ഒരു കണക്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ലാബിലെ കാര്യം ഇപ്പം പറയുന്നത് ഓൺലൈനായിട്ട് ചെറിയ വീഡിയോസ് തയ്യാറാക്കി തരണം എന്നാണ്. പക്ഷേ എങ്കിലും നമുക്ക് മാറ്റം വരുമ്പോൾ ലാബായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു അയവ് വരുമ്പോൾ ബാച്ചായിട്ട് എന്തൊക്കെ ഒരു ഓപ്ഷനായിട്ട് ലാബ് ചെയ്യാനുള്ള പ്രൊഫഷനായിരിക്കും തരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തിയറി പഠിക്കണം. തിയറിയിൽ തന്നെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലാബിൽ പോയി ചെയ്യുന്നത്. 4ാമത്തെ പഠിക്കുന്ന അതേ കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പഠിച്ചത് എങ്ങനെയാണ് വന്നതെന്നാണ് ലാബിൽ പോയി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യം എന്താണ് ട്രാൻസ്ഫോമർ. അതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനാണ്. ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കണം. അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷനോ എന്തുകൊണ്ടോ കൺസ്ട്രക്ഷൻ വൈസ് ഉണ്ടോ നോക്കണം. അതിനുശേഷം പഠിക്കാനുള്ളത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താണ് എന്ന് നമുക്ക് പഠിക്കണം. ഐഡിയൽ ട്രാൻസ്ഫോമർ. പിന്നെ EMF ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡെറിവേഷനും EMF ഇക്വേഷൻ്റെ പ്രസക്തിയും അതിൻ്റെ ഡെറിവേഷനും കൂടാതെ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കണം. അതിനുശേഷം വരുന്നതാണ് ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട്
ട്രാൻസ്ഫോമറിൻ്റെ ഓരോ ലോഡ് അനുസരിച്ചിട്ടുള്ള ഫേസർ ഡയഗ്രം. അത് തന്നെ ഫേസർ ഡയഗ്രത്തോടെ പോകുമ്പോൾ തന്നെ നോ ലോഡ് കണ്ടീഷൻ, ട്രാൻസ്ഫോമർ നോ ലോഡ് കണ്ടീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ സമയത്തുള്ള ഫേസർ ഡയഗ്രം എങ്ങനെയാണ്, അതിൻ്റെ അനാലിസിസ് പാർട്ട് എന്താണ്. അതുപോലെ ട്രാൻസ്ഫോമർ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ലോഡ് സമയത്തായിട്ടുള്ള കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു, ഫേസർ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് ശേഷം നോക്കാനുള്ള കാര്യമാണ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. ഇതെല്ലാം നമുക്ക് ബാക്കിയെല്ലാം അനാലിസിസ് പാർട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. നമ്മൾ 9ലും 10ലും പഠിച്ച് ട്രാൻസ്ഫോമർ ചെറിയൊരു വർക്ക് നമ്മൾ കേട്ട സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു കാര്യം മാത്രമേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി മാത്തമാറ്റിക്കൽ അനാലിസിസും ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതാണ് ഇത്ര ടോപ്പിക്കാണ് പ്രധാനമായിട്ട് ഫസ്റ്റ് മുമ്പിൽ. വർക്കിംഗ് പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കണം. അതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ്, അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ തമ്മിൽ വ്യത്യാസമുണ്ടോ അത് നോക്കണം. പിന്നെ എന്താണ് ഐഡിയൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് വെച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫേസ് ഡയഗ്രാമിൽ പോകുന്നത്. പിന്നെ കൂടാതെ EMF ഇക്വേഷൻ, അതിൻ്റെ പ്രസക്തി എന്താണ്, എങ്ങനെ ഡെറൈവ് ചെയ്യാം, എങ്ങനെയാണ് EMF ഇക്വേഷൻ ട്രാൻസ്ഫോമർ വരുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഫേസർ ഡയഗ്രാം പഠിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നോ ലോഡ് സമയത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ വർക്കിങ്ങും ഓൺ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അത് വെച്ചുള്ള ഫേസർ ഡയഗ്രാംസ് എല്ലാം അനലൈസ് ചെയ്യണം. അതിനുശേഷം ഇക്വലന്റ് സർക്യൂട്ടായിട്ട് നമുക്കൊരു അനാലിസിസ് പാർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുന്നത് പഠിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ശേഷം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാനും അനാലിസിസ് പാർട്ടും എല്ലാം വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് നമുക്കറിയണം. എഫിഷ്യൻസി എന്താണ്, അതെങ്ങനെ റിലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷൻ, കുറേ പാരാമീറ്റേഴ്സും ട്രാൻസ്ഫോമറിൻ്റെ അകത്തുള്ള വോൾട്ടേജ് റെഗുലേഷൻ, എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ കഴിയുക, അതിനെക്കുറിച്ചെല്ലാം ലോഡ് സമയത്ത് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ലോഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്യാനും പഠിക്കണം, ലാബിൽ പോയി ചെയ്യാനും നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി റെഗുലേഷൻ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ലാബിൽ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. അതേ പ്രോബ്ലംസിന് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇതാണ് സ്ട്രക്ചർ. കൂടാതെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ബാക്കി പോർഷൻസ് ആണ്. ഞാൻ ട്രാൻസ്ഫോമർ ആയിട്ട് 2 മൊഡ്യൂൾ കമ്പൈൻ ചെയ്ത് ഔട്ട്ലൈൻ പറയുന്നതാണ് ആദ്യം. ഓക്കെ, ഞാൻ 4 മൊഡ്യൂളിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി 2 മൊഡ്യൂൾ മാത്രം കമ്പൈൻ ചെയ്ത് പറയുന്നതാണ്. ഇനി സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്ന ബാക്കി പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസിയും വോൾട്ടേജ് റെഗുലേഷനൊക്കെ പഠിക്കും. എന്താണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ പറയാം. നമുക്കത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക, മാക്സിമം നോട്ട് പ്രിപ്പയർ ചെയ്യുക. ബാക്കി നമുക്ക് എല്ലാവർക്കും ഒരു ഒത്തൊരുമിച്ച് നമുക്ക് ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തിയെടുക്കണം. അതാണ് നമുക്ക് എയിമായിട്ടുള്ളത്. ഒരു ആരുടെയും നിർബന്ധപൂർവ്വമായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ ആരും എടുക്കരുത്. നമുക്കെല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്കിത് മുന്നോട്ട് പോകണം. ഇത് മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, യൂസ്ഫുള്ളായിട്ട് മാറണം നമുക്ക് ഈ സമയത്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ നമ്മൾ പഠിക്കേണ്ട വോൾട്ടേജ് റെഗുലേഷനും എഫിഷ്യൻസിയും കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് 3 ഫേസ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് കൂടി നമുക്ക് പഠിക്കണം. 3 ഫേസ് ട്രാൻസ്ഫോമർ അല്ല, 3 ഫേസ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയും. 3 ഫേസ് ട്രാൻസ്ഫോമറിനെ കുറിച്ചും പറയുന്നുണ്ട് ചെറിയൊരു പോർഷൻസിൽ. 3 ഫേസ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്കുള്ള കാര്യം പാരലൽ ഓപ്പറേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ പറയണം. നമുക്ക് 3 ഫേസ് ട്രാൻസ്ഫോമർ അധികം പറയുന്നില്ല, ജസ്റ്റ് ചെറിയൊരു ഔട്ട്ലൈൻ പറയുന്നുള്ള സിലബസ് പ്രകാരം. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ, ട്രാൻസ്ഫോമർ പാരലൽ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അത് പാരലൽ ഓപ്പറേഷൻ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിലാണ് നമ്മൾ ഇത്രയും പഠിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ പറയുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കാര്യമാണ് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ 3 ഫേസ് ട്രാൻസ്ഫോമർ ചെറിയൊരു ഔട്ട്ലൈനും സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് പോർഷൻസിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറാണ്. അത് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും പറഞ്ഞാൽ നമ്മുടെ മെഷർമെൻറ്റ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള കുറച്ച് പോർഷൻസും കൂടി സെക്കൻഡ് മൊഡ്യൂളിലുണ്ട്. ഇതാണ് നമ്മുടെ 2 മൊഡ്യൂളിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്.